അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആൻ തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ ആവശ്യമായ നിയമങ്ങളെക്കുറിച്ച് കുറേയേറെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗുന്നയെ കുറിച്ചാണ്. അതായത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് മണിക്കേണ്ടത്. ഈ വിഷയത്തിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീം, നൂൻ എന്നീ അക്ഷരങ്ങൾക്ക് ശദ്ദ് വരുന്ന ഭാഗങ്ങളിലാണ്. എന്താണ് ശദ്ദ്? അതായത് അറബിയിൽ ശദ്ദ എന്നാണ് എഴുതുക. നമുക്കറിയാം, അക്ഷരങ്ങൾ കട്ടികൂട്ടി വായിക്കാനാണ് ശദ്ദ് ഉപയോഗിക്കുന്നത്. അതായത് ബ എന്ന അക്ഷരത്തെ ബ എന്ന് കട്ടികൂട്ടി വായിക്കണമെങ്കിൽ ആ അക്ഷരത്തിന് മുകളിൽ ശദ്ദ് എഴുതും. ഈ ശദ്ദ് എങ്ങനെയാണ് എഴുതുന്നത്? മലയാളത്തിൽ ന എന്ന അക്ഷരം നേരെ തിരിച്ച് ഇടുകയാണെങ്കിൽ ആ ഒരു രൂപമായിരിക്കും ശദ്ദിനുണ്ടാവുക. അതിൻ്റെ ഏകദേശ ഒരു രൂപമാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത്. അറബിയിലെ അക്ഷരങ്ങൾ ശദ്ദോടുകൂടി വായിക്കുമ്പോൾ ആ അക്ഷരം തുടക്കത്തിൽ വായിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ശദ്ദോടുകൂടിയുള്ള അക്ഷരം ഒരു വാക്കിൻ്റെയും തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ശദ്ദുള്ള അക്ഷരങ്ങൾക്ക് തൊട്ടു മുമ്പായി മറ്റൊരു അക്ഷരത്തെ ചേർത്ത് വായിക്കുന്നതാണ് എളുപ്പം. ഉദാഹരണത്തിന് ബ എന്ന അക്ഷരം, അതിനെ ശദ്ദോടുകൂടി ബ എന്ന് നമ്മൾ വായിക്കും. ഇതിനു പകരം ബ ബ. തഇന് ശദ്ദ് കൊടുത്താൽ ത എന്ന് വായിക്കും. ഇതിനെ നമുക്ക് ത ത. ഇങ്ങനെ ശദ്ദുള്ള അക്ഷരത്തിനു മുമ്പ് ഏതെങ്കിലും ഒരു അക്ഷരം അതിനോട് ചേർത്ത് തുടക്കത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അത് വായന എളുപ്പമാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ തഹജ്ജിയോടുകൂടി പഠിക്കുന്ന സമയത്ത് ഈ രൂപത്തിൽ ശദ്ദുള്ള അക്ഷരത്തിന് തൊട്ടു മുമ്പ് മറ്റൊരു അക്ഷരത്തെ ചേർത്താണ് വായിക്കാറുള്ളത്. അത് അതേ അക്ഷരം തന്നെ ആവുമ്പോൾ കുറച്ചുകൂടി കേൾക്കാൻ ഭംഗിയുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അതിന് തൊട്ടു മുമ്പായി മറ്റൊരു അക്ഷരത്തെ ചേർത്ത് വായിക്കുന്നത്. ശദ്ദ് വരുന്ന സമയത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട രണ്ട് അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? മീം, നൂൻ എന്നീ അക്ഷരങ്ങൾ ശദ്ദ് വരുന്ന സമയത്ത് ഒന്നയോടുകൂടി പാരായണം ചെയ്യണം. എന്താണ് ഒന്ന? മണിക്കുന്നതിനെയാണ് അറബിയിൽ ഒന്ന എന്ന് പറയുന്നത്. അതായത് മീമിന് ശദ്ദോടുകൂടി പറയുന്ന സമയത്ത് മമ്മ, നൂനിനെയാണ് ശദ്ദോടുകൂടി പറയുന്നതെങ്കിൽ നന്ന. ഇങ്ങനെ മണിച്ചുകൊണ്ട് പറയണം. ഇതുപോലെ മണിക്കേണ്ട സന്ദർഭങ്ങൾ വേറെ ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ മണിക്കേണ്ട സന്ദർഭങ്ങൾ വരുന്നത് സുകൂനുള്ള നൂനിനും തൻവീനിനും ശേഷം വരുന്ന അക്ഷരങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്. സുകൂനുള്ള നൂൻ അതുപോലെ തൻവീൻ ഇവ രണ്ടും കണ്ടാൽ അതിനു ശേഷം വന്നിട്ടുള്ള അക്ഷരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ആ അക്ഷരങ്ങൾക്കനുസരിച്ച് അവിടെയുള്ള നിയമത്തിലും തജ്വീദ് നിയമത്തിലും വ്യത്യാസം വരും. അത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സുകൂനുള്ള നൂനിനും തൻവീനിനും ശേഷം ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഇദ്ഗാം എന്നാൽ എന്താണ്? ഇദ്ഗാം എന്ന വാക്കിന്റെ അർത്ഥം ലയിപ്പിക്കുക എന്നാണ്.
ലയിപ്പിക്കുക. ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ യർമലൂന എന്ന് നമുക്ക് പെട്ടെന്ന് മറുപടി പറയാം. യർമലൂന. ഇങ്ങനെ പറയുമ്പോൾ അതിൽ വന്നിട്ടുള്ള അക്ഷരങ്ങൾ യ, റ, മീം, ലാം, വാവ്, നൂൻ. യർമലൂന. 6 അക്ഷരങ്ങളാണ് ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ. നൂനുസാക്കിന വ തൻവീനിൽ വരുന്ന ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ 6 എണ്ണമാണ്. യർമലൂന എന്ന വാക്ക് അതിനായി ഓർത്തുവെച്ചാൽ മതിയാകും. ഇദ്ഗാമിനെ ഇദ്ഗാം ബിഗുന്ന എന്നും ഇദ്ഗാം ബിഗൈരി ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന എന്നും രണ്ടായി നമുക്ക് വേർതിരിക്കാം. അപ്പോൾ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങൾ, ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾ എല്ലാം ചേർന്നതാണ് ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ. ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങൾ ഓർക്കാൻ നമുക്ക് യൗമൻ എന്ന വാക്ക് ഓർത്താൽ മതി. യ, വാവ്, മീം, നൂൻ. യ, വാവ്, മീം, നൂൻ. യൗമൻ എന്ന് നമുക്ക് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളെ ഓർത്തുവെക്കാം. അങ്ങനെയാണെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരങ്ങൾ ഏതൊക്കെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ യർമലൂന, യ, റ, മീം, ലാം, വാവ്, നൂൻ. ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങൾ യൗമൻ, യ, വാവ്, മീം, നൂൻ. അപ്പോൾ യർമലൂന എന്നതിൽ നിന്നും യ, വാവ്, മീം, നൂൻ എന്നീ അക്ഷരങ്ങളെ ഒഴിവാക്കിയാൽ, അതായത് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളെ ഒഴിവാക്കിയാൽ ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരങ്ങളായി. ഏതൊക്കെയാണവ? ലാം, റ എന്നീ അക്ഷരങ്ങൾ. ലാം, റ എന്നീ 2 അക്ഷരങ്ങളാണ് ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരങ്ങൾ. ഇനി നമുക്ക് ഇദ്ഗാം ബിഗുന്നയോട് കൂടി പാരായണം ചെയ്യേണ്ടത് എങ്ങനെ, ഇദ്ഗാം ബിലാ ഗുന്നയോട് കൂടി പാരായണം ചെയ്യേണ്ടത് എങ്ങനെ, അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാം. നൂനു സാക്കിനക്കോ, അതായത് സുകൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം വരുന്ന അക്ഷരം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളാണെങ്കിൽ അവിടെ ഇദ്ഗാം ബിഗുന്നയോട് കൂടിയാണ് പാരായണം ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, സുകൂനുള്ള നൂനിന് ശേഷം യ എന്ന അക്ഷരം വരുന്നു. അൻ എന്ന് എഴുതിയതു കണ്ടില്ലേ? അതിനുശേഷം യ. അതുപോലെ തന്നെയാണ് അൻ എന്ന് തൻവീൻ എഴുതിയിട്ടുണ്ട്. സുകൂനുള്ള നൂനിന്റെയും തൻവീനിന്റെയും തജ്വീദ് നിയമം ഒരുപോലെയാണ്. എന്തായിരിക്കും കാരണം? രണ്ടിനും സുകൂനുള്ള നൂനിന്റെ ശബ്ദമാണ്. ഉദാഹരണത്തിന്, ഹംസയ്ക്ക് തൻവീൻ ബിൽ ഫത്ഹ കൊടുത്താൽ എൻ എന്ന് വായിക്കും. അതായത് അലിഫ്, ഹംസ, ഫത്ഹ, അ, നൂൻ, സുകൂൻ, അൻ. ഈ ശബ്ദം തന്നെയാണ് ഹംസയ്ക്ക് തൻവീൻ ബിൽ ഫത്ഹ കൊടുക്കുന്ന സമയത്തും. രണ്ടിലും സുകൂനുള്ള നൂനിന്റെ ശബ്ദം തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് സുകൂനുള്ള നൂനിനും തൻവീനിനും ഒരേ തജ്വീദ് നിയമമായത്. അൻ യഹ്സിഫ, ഈ ഭാഗം എങ്ങനെയാണ് പാരായണം ചെയ്യുക? ഇവിടെ സുകൂനുള്ള നൂനുണ്ട്. സുകൂനുള്ള നൂനിന് ശേഷം വന്നിട്ടുള്ളത് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായ യ എന്ന അക്ഷരമാണ്. അൻ യഹ്സിഫ, അൻ യഹ്സിഫ. അതുപോലെ ഷഹീഖൻ, ഇവിടെ ഖൻ എന്നതിൽ തൻവീൻ വന്നിരിക്കുന്നു. തൻവീനിനു ശേഷം വന്നിട്ടുള്ളത് വഹിയ എന്ന വാക്കാണ്. അവിടെ തൻവീനിനു ശേഷം വാവ് എന്ന അക്ഷരം വന്നിരിക്കുന്നു. ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ് വാവ്. അതുകൊണ്ട് തൻവീനിനു ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായ വാവ് എന്ന അക്ഷരം വന്നതുകൊണ്ട് അവിടെ ഇദ്ഗാം ബിഗുന്നയോട് കൂടിയാണ് പാരായണം ചെയ്യേണ്ടത്. ശഹീഖൻ വഹിയ, ശഹീഖൻ വഹിയ.
ഇപ്പോൾ നമ്മൾ സുക്കൂനുള്ള നൂനിനും തൻവീനിനും ശേഷം യാ, വാവ് എന്നീ അക്ഷരങ്ങൾ വന്നാൽ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി. ഇനി സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം മീം, നൂൻ എന്നീ അക്ഷരങ്ങളാണ് വരുന്നതെങ്കിലും അവിടെയും ഇദ്ഗാം ബിഗുന്നയോടുകൂടി തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. തുയ്ബാഖൻ എന്നതിൽ തൻവീൻ വന്നിരിക്കുന്നു. തൻവീനിനു ശേഷം മാ തറാ എന്നതിൽ മീം എന്ന അക്ഷരമാണ് തൻവീനിനു ശേഷം വന്നിട്ടുള്ളത്. തുയ്ബാഖം. അതുപോലെ ഇളാമൻ എന്നതിൽ തൻവീൻ വന്നിരിക്കുന്നു. അതിനുശേഷം നഖിറതൻ എന്ന വാക്കാണ്. അവിടെ തൻവീനിനു ശേഷം നൂൻ എന്ന അക്ഷരം വന്നിരിക്കുന്നു. ഇളാമൻ നഖിറതൻ എന്നാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ യാ, വാവ് എന്നീ അക്ഷരങ്ങൾ, രണ്ടാമത് പറഞ്ഞ മീം, നൂൻ എന്നീ അക്ഷരങ്ങൾ, ഈ 4 അക്ഷരങ്ങളും ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങൾ തന്നെയാണ്. എങ്കിലും ഈ ഇദ്ഗാമുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണത്? തുയ്ബാഖൻ മാ എന്നതിൽ തുയ്ബാഖം അവിടെ മീമിനെ ശബ്ദോടുകൂടി പൂർണ്ണമായും ഖൻ എന്നതിലെ സുക്കൂനുള്ള നൂനിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്. പൂർണ്ണമായും അവിടെ മീമിനെ ലയിപ്പിക്കുന്നുണ്ട്. പക്ഷെ അൻ യഹ്സിഫ എന്നതിൽ സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുന്നില്ല. അയ്യ എന്നല്ല അവിടെ പറയുന്നത്. ആ എന്ന അക്ഷരത്തിന് ശേഷം യാഇനെ ശബ്ദോടുകൂടി പറഞ്ഞുകൊണ്ട് മണിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. അയ്യ അയ്യ. അവിടെയുള്ള ഇദ്ഗാമിന് ഒരു അപൂർണതയുണ്ട്. അതായത് അവിടെയുള്ള ഇദ്ഗാം പൂർണ്ണമല്ല. പൂർണ്ണമായും സുക്കൂനുള്ള നൂൻ തൊട്ടടുത്ത അക്ഷരമായ യായിലേക്ക് ലയിക്കുന്നില്ല. അപൂർണമായ ഇദ്ഗാമാണത്. ഇങ്ങനെ അപൂർണമായ ഇദ്ഗാമിനെ ഇദ്ഗാം നാഖിസ് എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം വാവ് എന്ന അക്ഷരം വരുമ്പോഴും ശഹീഖൻ വ അവിടെ ഖവ്വ എന്ന് പൂർണ്ണമായി വാവിലേക്ക് ലയിക്കുന്നില്ല. ഖവ്വ എന്ന് അവിടെയും ഇദ്ഗാമിൽ ഒരു അപൂർണതയുണ്ട്. അപ്പോൾ യാ, വാവ് എന്നീ അക്ഷരങ്ങൾ ഇദ്ഗാം നാഖിസ് ആണ്. അതായത് നാഖിസ് എന്നതിന്റെ അർത്ഥം പൂർണ്ണമായി ലയിക്കാത്ത ഇദ്ഗാമാണ് ഇദ്ഗാം നാഖിസ്. ഇദ്ഗാം നാഖിസിന്റെ അക്ഷരങ്ങൾ യാ, വാവ് എന്നീ അക്ഷരങ്ങളാണ്. ഇവിടെയും ഒന്നയോടുകൂടി തന്നെയാണ് പാരായണം ചെയ്യേണ്ടതെങ്കിലും ഇവിടെയുള്ള ഇദ്ഗാം പൂർണ്ണമായി ഇദ്ഗാമായി അടുത്ത അക്ഷരത്തിലേക്ക്, അതായത് അവിടെയുള്ള ഇദ്ഗാം പൂർണ്ണമല്ല. പക്ഷെ മീം, നൂൻ എന്നീ അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം വന്നാൽ അവിടെ പൂർണ്ണമായും ആ അക്ഷരത്തിലേക്ക് ലയിക്കുന്നു. അതായത് തുയ്ബാഖൻ എന്നതിൽ ഖൻ എന്ന അക്ഷരത്തിന് ശേഷം അവിടെയുള്ള തൻവീനിന് ശേഷം മീം എന്ന അക്ഷരം പറയുന്ന സമയത്ത് തുയ്ബാഖം എന്ന് പറഞ്ഞ ശേഷം മീമിനെ ശബ്ദോടുകൂടി പറഞ്ഞുകൊണ്ട് അവിടെ മണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ള ഇദ്ഗാം പൂർണ്ണമാണ്. പൂർണ്ണമായും അവിടെ ലയിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എന്ന അക്ഷരം മൻ എന്ന് അവിടെ തൻവീനാണ്. അവിടെ മീം എന്ന അക്ഷരം പറഞ്ഞ ശേഷം നൂനിനെ ശബ്ദോടുകൂടി പറഞ്ഞുകൊണ്ട് അവിടെ മണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും പൂർണ്ണമായ ഇദ്ഗാമാണ്. ഇങ്ങനെ പൂർണ്ണമായി ലയിക്കുന്നതിന് ഇദ്ഗാം കാമിൽ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇദ്ഗാം ബിഗുന്നയെ വീണ്ടും രണ്ടായി തിരിക്കാം. ഇദ്ഗാം നാഖിസ് എന്നും ഇദ്ഗാം കാമിൽ എന്നും. ഇദ്ഗാം നാഖിസിന്റെ അക്ഷരങ്ങൾ യാ, വാവ്.
ഇദ്ഗാം കാമിലിന്റെ അക്ഷരങ്ങൾ മീം നൂൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇദ്ഗാം ബിലാ ഗുന്നയെ കുറിച്ചാണ്. ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നും നമുക്കിതിന് പറയാം. ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരങ്ങൾ ലാം, റാ എന്നീ അക്ഷരങ്ങളാണ്. അവിടെ ഒരൽപ്പം പോലും മണിക്കാൻ പാടില്ല, മണിക്കാതെ ലയിപ്പിക്കണം. ഉദാഹരണത്തിന് അൻ റബ്ബിഹിം എന്നതിൽ സുകൂനുള്ള നൂനിന് ശേഷം ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരമായ റാ എന്ന അക്ഷരം വന്നിരിക്കുന്നു. അവിടെ എങ്ങനെയാണ് പാരായണം ചെയ്യുക? റബ്ബിഹിം, റബ്ബിഹിം. റാ എന്ന അക്ഷരം പറഞ്ഞ ശേഷം റാഇനെ ശബ്ദോടുകൂടി പറയണം. അവിടെ അൻ എന്നതിലെ സുകൂനുള്ള നൂനിനെ ഒരൽപ്പം പോലും കേൾക്കാൻ പാടില്ല, അവിടെ മണിക്കാനും പാടില്ല. അ എന്ന അക്ഷരം പറഞ്ഞ ശേഷം റാഇനെ ശബ്ദോടുകൂടി അവിടെ പറഞ്ഞാൽ മതിയാകും. റബ്ബിഹിം മിർ റിസ്ഖിൻ, മിൻ റിസ്ഖിൻ. അവിടെ സുകൂനുള്ള നൂൻ, അതിനുശേഷം റാ എന്ന ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരം. അവിടെയും നൂനിനെ ഒരൽപ്പം പോലും കേൾക്കാൻ പാടില്ല, അതോടൊപ്പം മണിക്കാനും പാടില്ല. മീ എന്ന് പറഞ്ഞ ശേഷം റാഇനെ ശബ്ദോടുകൂടി പറയണം. മിർ റിസ്ഖിൻ എന്ന് വായിക്കാം. ഇതുപോലെ തന്നെയാണ് ലാം എന്ന അക്ഷരം വരുമ്പോഴും. ലഇൻ, ലം. ഇവിടെ ലഇൻ എന്നതിൽ സുകൂനുള്ള നൂനുണ്ട്. സുകൂനുള്ള നൂനിന് ശേഷം ലാം എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത്. സുകൂനുള്ള നൂനിന് ശേഷം ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരമായ ലാം വന്നതിനാൽ അവിടെ മണിക്കാതെ ലയിപ്പിക്കണം. ഇദ്ഗാം ബിലാ ഗുന്നയോടുകൂടി പാരായണം ചെയ്യണം. അതായത് സുകൂനുള്ള നൂനിന്റെ ശബ്ദം ഒരൽപ്പം പോലും കേൾക്കാൻ പാടില്ല, അവിടെ മണിക്കാനും പാടില്ല. ല ഇ എന്ന് പറഞ്ഞ ശേഷം നൂൻ കേൾക്കാതെ തൊട്ടടുത്ത അക്ഷരമായ ലാമിനെ ശബ്ദോടുകൂടി പറയുകയാണ് വേണ്ടത്. ല ഇല്ലം, ല ഇല്ലം. ഇപ്പോൾ നമ്മൾ ഇദ്ഗാമിനെ കുറിച്ച് മനസ്സിലാക്കി. ഇദ്ഗാം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇദ്ഗാം ബിഗുന്ന, രണ്ടാമത്തേത് ഇദ്ഗാം ബിലാ ഗുന്ന. ഇനി ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായ യാ, വാവ് എന്നീ അക്ഷരങ്ങൾ സുകൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിലാണ് വരുന്നതെങ്കിൽ അവിടെ ഇദ്ഗാം ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വന്നിട്ടുള്ളത് ഖുർആനിൽ 4 വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഈ 4 വാക്കുകളും നമ്മൾ പ്രത്യേകമായി പഠിച്ചു വെക്കേണ്ടതുണ്ട്. അദ്ദുനിയാ, ഇവിടെ സുകൂനുള്ള നൂനുണ്ട്, അതിനുശേഷം യാ എന്ന അക്ഷരം വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വന്നിട്ടുള്ളത് ഒരേ പദത്തിലാണ്. ഇവിടെ അദ്ദുനിയാ എന്ന് സുകൂനുള്ള നൂനിനെ വ്യക്തമായി കേൾക്കണം, അവിടെ മണിക്കാൻ പാടില്ല. അതുപോലെ ബുൻയാൻ, ഖിൻവാൻ, സിൻവാൻ, ഇവിടെയെല്ലാം സുകൂനുള്ള നൂനിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കണം, അവിടെ മണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെ ഇദ്ഗാം സംഭവിക്കുന്നുമില്ല. കാരണം സുകൂനുള്ള നൂനിന് ശേഷം യാ, വാവ് എന്നീ അക്ഷരങ്ങൾ വന്നിട്ടുള്ളത് അതേ പദത്തിലാണ്. ഇങ്ങനെ മറ്റു വാക്കുകൾ ഒന്നും ഖുർആനിലില്ല. അതുകൊണ്ട് തന്നെ ഈ 4 വാക്കുകളും നിങ്ങൾ പ്രത്യേകമായി ഓർത്തു വെക്കേണ്ടതുണ്ട്. ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളായ യാ, വാവ്, മീം, നൂൻ എന്നീ അക്ഷരങ്ങൾ വരുന്ന ഓരോ ഉദാഹരണങ്ങൾ നിങ്ങൾ ഖുർആനിൽ നിന്നും കണ്ടെത്തണം. അതുപോലെ ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരങ്ങളായ ലാം, റാ എന്നീ അക്ഷരങ്ങൾ വരുന്ന ഓരോ ഉദാഹരണങ്ങളും നിങ്ങൾ ഖുർആനിൽ നിന്നും കണ്ടെത്തണം. ഏത് സൂറത്തിലാണ് എന്നും എത്രാമത്തെ ആയത്തിലാണ് എന്നും പറയണം. ഇങ്ങനെ ഹോംവർക്കുകൾ ചെയ്തു നോക്കി അതോടൊപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ പാരായണത്തിൽ കൊണ്ടുവരണം. ഇങ്ങനെ ഓരോ നിയമങ്ങളും പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പാരായണം അത് കൃത്യമായ തജ്വീദോടു കൂടിയാണ് എന്ന് ഉറപ്പുവരുത്തണം. ഖുർആൻ യാതൊരു പോരായ്മകളും ഇല്ലാതെ പാരായണം ചെയ്യാനും
മനഃപാഠമാക്കാനും ജീവിതത്തിൽ പകർത്താനും മരണം വരെ നിലനിർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.